ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി മലബാർ ട്രഡീഷണൽ സ്നാക്കായിട്ടുള്ള നെയ്യടയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ ഓൾ കാണാം. ആ ഓളും കൂടെ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഒരു കപ്പ് മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ബൗളിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കയ്യിലുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നത് മാത്രം. പിന്നെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 കപ്പ് പാലും. അത് ഒരു കപ്പ് മൈദക്ക് 1.5 കപ്പ് ലിക്വിഡ് എന്നാണ് കണക്ക്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് പാല് ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം അങ്ങനെയും ആക്കാം. ഞാനിപ്പോൾ രണ്ടും ഒരേ അളവിലെടുത്തെന്ന് മാത്രം. എന്തായാലും ടോട്ടലായിട്ട് ഇങ്ങനെ ഈ ഒരു കപ്പിന് 1.5 കപ്പ് വേണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ അതേ ജാറിൽ തന്നെ, ഞാൻ ജാറ് കഴുകിയിട്ടൊന്നുമില്ല, അതേ ജാറിൽ തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്തോളൂ, പൊടിയായി ചേർക്കണം നല്ലത്. എൻ്റെ ഒരു പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ഏലക്കായ എടുത്തതെന്ന് മാത്രം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാരൻ്റെ കൂടെ ഏലക്കായ പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ഏലക്കായ ഇങ്ങനെ മുഴുവനോടെ ഇടുമ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കണം, അല്ലെങ്കിൽ കുരു കടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ബാറ്റർ നല്ല റെഡി ആയിട്ട്, നല്ല ലൂസ് ബാറ്ററാണ് ഉണ്ടാവുക. ബാറ്റർ ഇതാണ് കാണുന്നുണ്ടല്ലോ അല്ലേ, അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ മൈദൻ്റെ ബാറ്ററും മുട്ടൻ്റെ ബാറ്ററും റെഡിയാണ്. ഇനി കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സ് കാഷ്യൂ, റൈസിൻ, ബദാം എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത നട്ട്സാണ്. ആ നട്ട്സ് വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ അത് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. ഇനി അതേ നെയ്യിൽ തന്നെ, അതിൽ നെയ്യ് ബാക്കിയുണ്ട്, അതുകൊണ്ട് അതേ നെയ്യിൽ തന്നെ ഞാൻ നമ്മൾ ബാറ്റർ നേരത്തെ അടിച്ച് വെച്ചില്ലേ, അതിൽ മൈദൻ്റെ ബാറ്ററാണ് ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഫസ്റ്റും ലാസ്റ്റും മൈദൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണേ, എന്നാലേ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് മൈദൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടിച്ച് വെക്കുക. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ മൈദൻ്റെ ബാറ്റർ റെഡിയാവും. അപ്പോൾ അത് റെഡിയായി വന്നിട്ട് ജസ്റ്റ് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യും കൂടെ കുറച്ചിങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഓൾറെഡി ഇതിൽ കുറച്ച് താഴെയുള്ളത് ഇങ്ങനെ കയറി വന്നുകൊണ്ട് ഞാൻ നെയ്യ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യണില്ല. ഇനി നേരത്തെ നമ്മൾ അടിച്ച് വെച്ച മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പാൻ്റെ അളവിനനുസരിച്ച് ബാറ്റർ ഒഴിക്കേണ്ടി വരും കേട്ടോ. പാൻ എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ബാറ്റർ ആവശ്യം വരിക. അപ്പോൾ ഞാനൊരു 1.5 തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുക എല്ലാ സൈഡിലേക്ക് ആവാൻ. എന്നിട്ട് ഇത് മൂടി വെക്കാം. മുട്ടൻ്റെ ബാറ്റർ റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും, ഒരു 2 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട്. അതേസമയം മൈദൻ്റെ ബാറ്റർ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. അപ്പോൾ അത് വേഗം ശ്രദ്ധിക്കുക. പിന്നെ ഇതാ മുട്ടൻ്റെ ബാറ്ററിൻ്റെ മുകളിൽ നെയ്യ് കുറച്ച് തടവി കൊടുത്തു. വീണ്ടും മൈദൻ്റെ ബാറ്റർ ഒഴിച്ചു, നട്ട്സ് ഇട്ടു. വീണ്ടും ഇതേ പ്രൊസീജിയർ, ഇത് ബാറ്റർ തീരുന്ന വരെ തുടരുക. അങ്ങനെ ഓരോന്ന് ഒഴിക്കുക, അടച്ച് വെക്കുക, തുറക്കുമ്പോൾ നെയ്യ് ഒഴിക്കുക, വീണ്ടും നട്ട്സ് ഇടുക, വീണ്ടും നെക്സ്റ്റ് ബാറ്റർ, അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പം ഇങ്ങനെ ചുട്ടെടുക്കലല്ല, സ്റ്റീം ചെയ്തെടുക്കലാണ്, ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കലാണ്. ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് ബാറ്റർ ഒഴിച്ചു, നട്ട്സ് മുകളിൽ നന്നായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് ചേർത്തോളൂ, ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മുറിക്കാനൊക്കെ നല്ല റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിഭാഗം കുറച്ച് കരിഞ്ഞു പോകും, അത് സാരില്ല. മറ്റേത് സ്റ്റീം ചെയ്യുമ്പോൾ അടിയിൽ കരിയൊന്നുമില്ല. ചട്ടിപ്പത്തിരിൻ്റെ അതേ ടേസ്റ്റിൽ ഈസിയാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.